ഞാൻ പറയുന്നതൊക്കെ എൻ്റെ പാരൻസ് യോജിക്കും. എൻ്റെ പാരൻസ് യോജിക്കാതെ ഒരു കാര്യം ഞാൻ പറയില്ല. കാരണം ഇപ്പൊ എന്റെ ഇന്നറിയാതെ എന്തെങ്കിലും ഞാൻ പറഞ്ഞു പോയതാണോ അമ്മയാണോ ദേവുവിന്റെ ഈ കൊച്ചു വായിലൂടെ സംസാരിക്കുന്ന സംസാരം കേട്ട് നിങ്ങൾ എന്തൊരു അഹങ്കാരമാണല്ലേ, ഒരു ഇശിരി അഹങ്കാരം കൂടുതലാണ്. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതേ. ഏതായാലും നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ദേവാനന്ദ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ അറിയാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാകില്ല എന്ന് വിശ്വസിക്കുന്നു. കാരണം മറ്റൊന്നുമല്ല, മാളികപ്പുറം എന്ന് പറയുന്ന സിനിമയിലൂടെ ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ദേവാനന്ദ അല്ലെ. അങ്ങനെ മാളികപ്പുറം എന്ന് പറയുന്ന ആ സിനിമയിലൂടെ ഫേമസ് ആയതുകൊണ്ട് തന്നെ പുള്ളിക്കാരത്തേക്ക് ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. അപ്പൊ ഇന്നലെ ഇതുപോലെ ഒരു ഇന്റർവ്യൂ ഒക്കെ കാണാൻ ഇടയായിട്ടുണ്ടായിരുന്നു. അതില് ദേവാനന്ദ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിന് മുൻപായിട്ട് അവർ ഇതിന് പറയുന്ന കാര്യങ്ങൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ഒരു 2-3 മാസം മുൻപുള്ള മറ്റൊരു ഇന്റർവ്യൂ കൂടെ നമ്മൾ കാണേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ എന്തുകൊണ്ട് അവർ ഇങ്ങനെ പറയുന്നു എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാവുകയുള്ളൂ. അപ്പൊ ഇവിടെ ദേവാനന്ദയുമായിട്ട് ചുറ്റിപ്പറ്റി നടക്കുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്ന പ്രശ്നങ്ങളല്ല, ചില ആളുകളുടെ മൈൻഡ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഇന്റർവ്യൂസിനും കാര്യത്തിനൊക്കെ വരുന്ന സമയത്ത് എന്താ പറയാ, ഒരു കൊച്ചുകുട്ടി, ആ കൊച്ചുകുട്ടിയുടെ വായിലൂടെ വരുന്ന വർത്തമാനം എന്ന് പറയുന്നത് എന്താ പറയാ, ഒരു അഹങ്കാരം കൂടിയ വർത്തമാനം. അതായത് പ്രായത്തിനനുസരിച്ചിട്ടുള്ള വർത്തമാനമല്ല ആ കുട്ടി പറയുന്നത്, ഷോ ഓഫ് കാണിക്കുന്നു അത്തരത്തിലുള്ള. അതായത് ഒന്നിങ്ങനെ എടുത്ത് എല്ലാവർക്കും ഒന്നിങ്ങനെ ഫേമസ് ആയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് പക്വതക്ക് അനുസരിച്ചല്ലാത്ത വർത്തമാനങ്ങൾ, വലിയ വലിയ വർത്തമാനങ്ങൾ അടിച്ചുവിടുന്നു. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ദേവാനന്ദയെ ചുറ്റിപ്പറ്റി നടക്കുന്നത് അല്ലെ. അപ്പൊ ഏതായാലും നമുക്ക് ആദ്യമായിട്ട് അവരാ വലിയ വർത്തമാനം പറഞ്ഞ ആ ഒരു ഇന്റർവ്യൂ ഒന്ന് കണ്ടു നോക്കാം. ഓവർ മെച്ചുവേർഡ് ആണെന്ന് പറയുന്നുള്ളവർക്ക് എന്ത് മറുപടിയാണ് കൊടുക്കാനുള്ളത്? എന്റെ രീതി അങ്ങനെയാണ്, ഞാൻ അങ്ങനെയാണ് കുഞ്ഞിലെ തൊട്ടേ. അതും ഇപ്പോ ഈ ജനറേഷനിലുള്ള എന്റെ പ്രായമുള്ള കുട്ടികളെല്ലാരും ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഭയങ്കര ഓവർ ക്യൂട്ട്നെസ് ആയിട്ട് യൂണിക്കോൺസും അതും ഇതും ഒന്നും കണ്ടു നിൽക്കുന്ന ആൾക്കാരല്ല. ഞങ്ങൾ കുറച്ചും കൂടെ അപ്ഡേറ്റഡ് ആണ്, ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ അറിയാം, എല്ലാം ഡിസ്കസ് ചെയ്യുന്നവരാണ്. സ്കൂളിൽ പോകുമ്പോഴും നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും. അപ്പോ കാലം മാറി ഇത്തിരി. ഞാനാണോ മുതിർന്നത് ഇവളാണ്? അപ്പൊ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ അഹങ്കാരം വിളിച്ചു പറയുന്ന ആ ഒരു ഇന്റർവ്യൂ. നിങ്ങൾ പറ, നിങ്ങൾക്ക് ഇത് കേട്ടിട്ട് ഒരു അഹങ്കാരമായിട്ട് തോന്നുന്നുണ്ടോ? ആ കുട്ടി പറയുന്ന കാര്യങ്ങൾ അഹങ്കാരം വിളിച്ചു പറയുകയാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്തായാലും കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോ ഞാൻ പറഞ്ഞു തരാം. ഇവിടെ ചില ആളുകൾക്കെങ്കിലും ഇങ്ങനെ ഇതൊരു അഹങ്കാരമാണെന്ന് തോന്നിയിട്ടുണ്ടാകും. അതിന് കാരണം മറ്റൊന്നുമല്ല, അവർക്ക് ഇത്തരത്തില് പക്വതയാർന്ന വർത്തമാനം പറയാൻ കഴിയാത്തത് കൊണ്ട് മാത്രമാണ് അവർക്ക് ഇതൊരു അഹങ്കാരമായി തോന്നിയിട്ടുള്ളത്. അതായത് ആ കൊച്ചുകുട്ടി ഈ പ്രായത്തിലും വളരെ പക്വതയാർന്ന് ഒരു തെറ്റും കൂടാതെ നല്ല എന്താ പറയാ വെടിപ്പായിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്നു. അങ്ങനെ എന്നെ കൊണ്ട് സംസാരിക്കാൻ കഴിയുന്നില്ലല്ലോ എന്ന് കരുതുന്ന ചില വ്യക്തികൾക്കാണ് ഇത് അഹങ്കാരമായിട്ട് തോന്നുന്നത്. അത് അവരുടെ പ്രശ്നമാണ്, അതവിടെ നിൽക്കട്ടെ. അപ്പൊ ഏതായാലും കാലം മാറിയതിനനുസരിച്ച് ആളുകൾ ഇങ്ങനെ എഡ്യൂക്കേറ്റഡ് ആയിട്ട് വരികയാണ് അല്ലെ. അതായത് വിദ്യാഭ്യാസം കൂടി വരികയാണ്. അതിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ എല്ലാവരും ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ പണ്ടത്തെ കാലത്തിൽ നിന്നൊക്കെ എത്രയോ മാറിയിട്ടുണ്ടല്ലേ. കാലം മാറി എന്ന് ഇവര് തന്നെ പറയുന്നുണ്ട്. ഈ ആങ്കർ വരെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഞാനാണോ നീയാണോ മുതിർന്നതെന്ന്. കാരണം ഈ കുട്ടി പറയുന്ന ചോദ്യങ്ങൾക്കെല്ലാം വളരെ വ്യക്തമായിട്ട് കൃത്യമായിട്ടുള്ള മറുപടിയാണല്ലേ പറയുന്നത്. അതായത് ഒരു തെറ്റുപോലും സംഭവിക്കാതെ, പറയുന്ന വാക്കിന് പോലും ഒരു തെറ്റുപോലും സംഭവിക്കാതെ, തപ്പിപ്പിടിക്കാതെ വളരെ പക്വതയാർന്നിട്ടുള്ള വർത്തമാനമാണ് ഇവിടെ ദേവാനന്ദ പറയുന്നത്. പക്ഷെ പല ആളുകൾക്കും അത് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതാണ് ആ ഒരു വീഡിയോയുടെ താഴെ ഭാഗത്ത് വന്ന കമന്റുകൾ മുഴുവനായിട്ടും എന്താ പറയാ, ഇവരുടെ അഹങ്കാരമാണത് കാണുന്നത്. അതായത് ഇവരുടെ വളർത്തു ദോഷം അത്തരത്തിലുള്ള, അതായത് ഇവരുടെ മാതാപിതാക്കൾ വളർത്തിയത് ഇങ്ങനെ ആയതുകൊണ്ടാണ് ഈ കുട്ടി ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഇത്തരത്തിലുള്ള അഹങ്കാര വാക്കുകൾ വിളിച്ചു പറയുന്നത് എന്നാണ് പല വ്യക്തികളും കമന്റായിട്ട് അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. ഏതായാലും നമുക്ക് ഇതിന്റെ തന്നെ കുറച്ചുകൂടെ ഭാഗങ്ങളുണ്ട്, അതുകൂടെ ഒന്ന് കണ്ടു നോക്കാം. എന്നാൽ കൂടുതൽ കൂടെ ക്ലാരിറ്റി കിട്ടും. എന്നിട്ട് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യത്തിലേക്ക് കൂടെ കിടക്കാം. അമ്മയാണോ ദേവുവിന്റെ സൂപ്പർ ഹീറോ? അങ്ങനെ ഒരിക്കലും ചോദിക്കരുത് ഒരു കൊച്ചിന്റെ അടുത്ത്. അതെന്താ? അത് പൊതുവെ നമ്മൾ കേൾക്കത്തില്ല, സിനിമയിൽ തന്നെ പറയുന്നുണ്ട് അച്ഛനാണോ അമ്മയാണോ. ഞാൻ പറഞ്ഞേ എല്ലാ കുട്ടികളും അങ്ങനെ ചോദിക്കാനേ വേണമെന്നറിയാം. അവർക്ക് രണ്ട് ഈക്വലാണ്. അപ്പൊ അമ്മയാണെന്ന് പറഞ്ഞാൽ അച്ഛനെ സങ്കടപ്പെടാൻ അച്ഛനോട് ഞാൻ പുറത്തുനിന്ന് സംസാരിച്ചപ്പോ അച്ഛൻ പറയുന്നുണ്ട്, ഇപ്പൊ 400 ദിവസം ഞാൻ 500 ദിവസം ഷൂട്ട് ആണെങ്കിൽ 400 ദിവസം ഞാനായിരിക്കും അവളുടെ കൂടെ വരുന്നത് എപ്പോഴും. അപ്പൊ അറ്റാച്ച്മെന്റ് അച്ഛനോടായിരിക്കുമല്ലോ. അച്ഛനുണ്ടെങ്കിൽ ഒരു ഇപ്പൊ അച്ഛനുള്ളതുകൊണ്ടാണ് എന്റെ ഷൂട്ടിങ്ങും ഇങ്ങനെ പ്രോഗ്രാമിന് വരെ നടക്കുന്നത്. പക്ഷെ അമ്മ ഉള്ളത് കൊണ്ടാണ് ഇപ്പൊ എന്റെ ഡ്രസ്സ്, അതും അമ്മയാണ് ഞങ്ങളുടെ ബാക്ക് ബോൺ. അമ്മയും കാരണമാണ് എനിക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റുന്നത്, നോട്ട്സ് എഴുതി തീർക്കാൻ പറ്റുന്നത്, എല്ലാം ക്ലാസ്സിൽ പോകാൻ പറ്റുന്നത്. അപ്പൊ അച്ഛനുണ്ടെങ്കിലേ സിനിമയുടെ കാര്യങ്ങൾ നടക്കുള്ളൂ, അമ്മ ഉണ്ടെങ്കിലേ പഠിത്തം നടക്കുള്ളൂ. അപ്പൊ രണ്ടുപേരും തമ്മിൽ ഇവിടെ നിങ്ങൾ ആ ചോദ്യം ശ്രദ്ധിച്ചോ? ആദ്യത്തെ ആ ചോദ്യം നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇവിടെ അച്ഛനെയാണോ അമ്മനെയാണോ കൂടുതൽ ഇഷ്ടം എന്ന് ചോദിക്കുന്ന ആ ഒരു സമയത്ത് നിങ്ങൾ ഒരിക്കലും ഒരു കൊച്ചുകുട്ടിയോട് ഇങ്ങനെയുള്ള ഒരു ചോദ്യം ചോദിക്കാൻ പാടില്ല എന്നുള്ള കാര്യമാണ് ആ ഒരു പെൺകുട്ടി പറഞ്ഞത് അല്ലെ, ദേവാനന്ദ പറഞ്ഞത്.
വളരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ആൻസർ ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. നിങ്ങളത് ആലോചിച്ച് നോക്കണം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ ദേവാനന്ദ എന്ന് പറയുന്ന ആ പെൺകുട്ടി പറയുന്ന കാര്യങ്ങളെല്ലാം പക്വതയാർന്ന അർത്ഥമുള്ള വാക്കുകൾ മാത്രമാണ് ആ കുട്ടി പറയുന്നത്. അത് പഠിച്ചത് കൊണ്ട് മാത്രമാണ്, അല്ലാണ്ട് ചെറിയ പ്രായത്തിൽ അഹങ്കാരം കാണിക്കുന്നൊന്നുമല്ല. എനിക്ക് പേഴ്സണലി അതാണ് മനസ്സിലായിട്ടുള്ളത്. അപ്പൊ ഇവിടെ എന്തെന്നറിയോ, ആളുകളുടെ പ്രശ്നം എന്തെന്ന് വെച്ചാല് അവർ പറയുന്ന ആ ഒരു എന്താ പറയാ വാക്കുകളിൽ, അവരുടെ ആ സ്വരത്തിലാണ് ആളുകൾക്ക് പ്രശ്നം. അതായത് വളരെ ബോൾഡായിട്ട്, വളരെ എന്താ പറയാ മെച്ചോർഡായിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്നു. അതൊന്നും ഇവിടെ ആർക്കും പറ്റത്തില്ല. കൊച്ചു കുട്ടിയല്ലേ, അവർ കളിച്ച് നടക്കേണ്ട പ്രായമാണ്, പൊട്ടത്തരങ്ങൾ വിളിച്ചു പറയേണ്ട പ്രായമാണ്. ആ പ്രായത്തിൽ ഇങ്ങനെ മെച്ചുവേർഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ അതിവിടെ ചില ആളുകൾക്കൊന്നും പറ്റുന്നില്ലടേ. ഏതായാലും നമുക്ക് അതിലേക്ക് കടക്കാം. കമന്റുകളും കാര്യങ്ങളും എല്ലാം നിരത്തി വെച്ച് നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ ഏതായാലും എന്താ പറയാ, ഇവിടെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്തെന്നറിയോ, പെൺകുട്ടികൾ ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് വരിക തന്നെയാണ് വേണ്ടത്. നമ്മുടെ സമൂഹത്തിൽ ഇപ്പൊ നിങ്ങൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാകും എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത് എന്നല്ലേ. എന്തൊക്കെ കാര്യങ്ങൾ നമ്മുടെ ചുറ്റുപാടും നടക്കുന്നുണ്ട്, പെൺകുട്ടികൾക്കെതിരെ എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്ക് ഒന്ന് ചിന്തിച്ചാൽ, അല്ലെങ്കിൽ ഒന്ന് വാർത്താ മാധ്യമങ്ങൾ എടുത്തൊന്ന് നോക്കിയാൽ മനസ്സിലാകുന്ന കാര്യമാണ്. അങ്ങനെയുള്ള ആ ഒരു സിറ്റുവേഷനിൽ ഈ പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ സ്ട്രോങ് ആയിട്ട്, വളരെ ബോൾഡ് ആയിട്ട് അവർക്കൊരു തീരുമാനമെടുക്കാൻ അത്തരത്തിലുള്ള ഒരു രീതിയിലാണ് അവരെ വളർത്തേണ്ടത്. അല്ലാതെ ഈ പറയുന്ന ഇതൊരു അഹങ്കാരമൊന്നുമല്ല, അവരുടെ രക്ഷിതാക്കളുടെ എന്താ പറയാ വളർത്തു ദോഷവുമല്ല ഇത്. പെൺകുട്ടികൾ ഇങ്ങനെ സ്ട്രോങ് ആയിട്ടാണ് വളരേണ്ടത്. സ്ട്രോങ് ആയിട്ടും അവരുടെ ബോൾഡായിട്ടും അവരുടെ കാര്യങ്ങൾ അവർ എന്താ പറയാ വളരെ പക്വതയാർന്നിട്ടുള്ള ഒരു ലെവലിൽ തന്നെയാണ് അവരെ വളർത്തിക്കൊണ്ട് വരേണ്ടത്. സ്ട്രോങ് ആയിട്ട് വളർത്തണം. നമ്മുടെ ഇപ്പോഴത്തെ സമൂഹത്തിന്റെ ചുറ്റുപാടനുസരിച്ച് അങ്ങനെയാണ് വളർത്തേണ്ടത്. സ്ട്രോങ് ആയിട്ടാണ് വളർത്തേണ്ടത്. പക്ഷെ പല ആളുകളും അങ്ങനെ സ്ട്രോങ് ആയിട്ട് വളർത്തുന്നത് കൊണ്ട് അതൊരു അഹങ്കാരമായിട്ട് കാണുകയാണ്. ഏതായാലും ഇന്നലെ വന്ന ആ ഒരു ഇന്റർവ്യൂ ദേവാനന്ദ ഇതേക്കുറിച്ച്, അതായത് ഇങ്ങനെ കുറെ അധികം കമന്റുകളും കാര്യങ്ങളും ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ ഇട്ടല്ലോ. അതായത് ദേവാനന്ദ പറയുന്ന കാര്യങ്ങളെല്ലാം വലിയ വർത്തമാനമാണ്, നീ അഹങ്കാരിയാണ്, നിന്റെ വളർത്തു ദോഷമാണ് എന്നൊക്കെ കുറെ അധികം ആളുകൾ വന്ന് കമന്റിലൂടെ അഭിപ്രായപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുമായി സംബന്ധിച്ച് ഇന്നലെ വന്ന ഒരു ഇന്റർവ്യൂവിൽ ദേവാനന്ദ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്ക് അതുകൂടെ ഒന്ന് കേട്ടു നോക്കാം. ഞാൻ പറയുന്നതൊക്കെ എൻ്റെ പാരൻസ് യോജിക്കും. എൻ്റെ പാരൻസ് യോജിക്കാതെ ഒരു കാര്യം ഞാൻ പറയില്ല. കാരണം ഇപ്പൊ എൻ്റെ ഇന്നറിയാതെ എന്തെങ്കിലും ഞാൻ പറഞ്ഞു പോയാൽ തന്നെ എൻ്റെ അച്ഛനും അമ്മയും കൃത്യം കറക്റ്റ് ചെയ്യും. ദൈവം അത് പറഞ്ഞാൽ ശരിയായില്ല, അതങ്ങനെ പറയരുതെന്ന്. പക്ഷെ ഞാനിത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചു, ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? പക്ഷെ എൻ്റെ പാരൻസ് പറഞ്ഞു ഞാൻ പറഞ്ഞതിൽ ഒരു തെറ്റില്ല. പിന്നെ കുറേ ചേട്ടന്മാരും ചേച്ചിമാരും വെറുതെ അനാവശ്യ മീനിങ് എടുത്തു, ഡബിൾ മീനിങ് എടുത്ത്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അങ്ങനെയുള്ളവരോട് എന്താണ് പറയാനുള്ളത്? ക്യാമറ നോക്കി പറഞ്ഞു എന്താണ് പറയാനുള്ളത്? പ്രത്യേകിച്ച് അങ്ങനെ പറയാനില്ല. എന്തായാലും നിങ്ങളെല്ലാവരും വീഡിയോ കണ്ടുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ പോപ്പുലറായി. അതെ, ഇവിടെയും വളരെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ് ദേവാനന്ദ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ എല്ലാവരും കൂടെ തന്നെ എയറിൽ കയറ്റുന്ന സമയത്ത് ഇവിടെ ഞാൻ പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. ആളുകളുടെ ഇടയിലേക്ക് എന്റെ മുഖം എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ദിവസം കൂടുന്തോറും ഉയരങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളിങ്ങനെ വേണ്ടാത്ത കമന്റുകളും, അതായത് മോശം രീതിയിലുള്ള കമന്റും കാര്യങ്ങളും അടിച്ചിറക്കി വിടുന്നു. ആളുകൾ അത് ഏറ്റെടുത്ത് പിടിക്കുന്നു. ആളുകൾ വീണ്ടും എന്നെ ട്രോളുന്നു. ആ ട്രോള് കാരണം ഞാൻ വീണ്ടും ഉയരത്തിലേക്ക് എത്തുന്നു, എയറിലേക്ക് എത്തുന്നു. പക്ഷെ അപ്പോഴും അറിയപ്പെടുകയാണ് ചെയ്യുന്നത്. നിങ്ങളത് ആലോചിക്കണം. അപ്പൊ ഇവിടെ നമ്മൾ നോക്കേണ്ട കാര്യം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു. നമ്മൾ ഒരിക്കലും ഇത്തരത്തിലുള്ള ഒരു കാര്യം ചിന്തിക്കാൻ പാടില്ല. അവര് നല്ല രീതിയിൽ സംസാരിക്കുന്നു, അവർ പക്വതയാർന്ന കാര്യങ്ങൾ സംസാരിക്കുന്നു. അങ്ങനെയൊന്നും നമ്മൾ ഒരിക്കലും അത് ഒരു എന്താ പറയാ അഹങ്കാരമായിട്ട് കാണാൻ പാടില്ല എന്നുള്ളതാണ്. പല ആളുകളും പല ടൈപ്പാണ്. ചില കുട്ടികൾ ഈ സമയത്ത് കളിച്ച് ചിരിച്ച് നടക്കുകയായിരിക്കും. എന്നാൽ ചില കുട്ടികൾക്ക് അവർക്ക് നേരത്തെ തന്നെ പക്വതയും കാര്യങ്ങളും വന്നിട്ടുണ്ടാകും. അതൊക്കെ ഓരോരോ എന്താ പറയാ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഏതായാലും നമ്മൾ പെൺകുട്ടികളെ ഒരിക്കലും ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് വളർത്താതിരിക്കരുത്. ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇങ്ങനെ അവരുടെ തീരുമാനങ്ങളും കാര്യങ്ങളും പറയുന്നതിനെ നിങ്ങൾ എതിർക്കരുത്. അവർ ബോൾഡായിട്ട് സംസാരിക്കുന്നുണ്ടെങ്കിൽ, അവർക്ക് എന്താ പറയാ ഒരു പക്വത പെട്ടെന്ന് വന്നിട്ടുണ്ടെങ്കിൽ അതിനൊന്നും എതിർക്കേണ്ട ഒരു ആവശ്യമില്ല. ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് തന്നെയാണ് ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ പെൺകുട്ടികൾ വളരേണ്ടത്. അവർക്കെതിരെ എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു തന്നിട്ടൊന്നും വേണ്ടല്ലോ, എല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യമാണത്. അപ്പൊ ഏതായാലും ഇതുമായി സംബന്ധിച്ച് കുറേയധികം കമന്റ്സും കാര്യങ്ങളും അന്ന് വന്നിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്നു ആ കമന്റ്സ് എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ അതിൽ ആദ്യത്തെ ഒരു കമന്റ് വരുന്നത് ഇങ്ങനെയാണ്, ഞാനിവിടെ വായിച്ചു കേൾപ്പിക്കാം. വളർത്തു ദോഷം, ഇതൊക്കെ വലുതായാൽ എന്താകുവോ എന്തോ. വളർത്തു ദോഷം കൊണ്ടാണ് ഈ എന്താ പറയാ ദേവാനന്ദ എന്ന് പറയുന്ന പെൺകുട്ടി ഇങ്ങനെ സംസാരിക്കുന്നത് അല്ലെ. വളർത്തലിന്റെ ദോഷം കൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. എങ്ങനെ ഇതൊരു വളർത്തലിന്റെ ദോഷമാവും? നല്ല രീതിയിൽ വളർത്തിയത് കൊണ്ട് മാത്രമല്ലേ ഇങ്ങനെ ഇത്രയും പക്വതയാർന്ന ഇത്രയും ചോദ്യങ്ങൾക്ക് വളരെ വ്യക്തമായിട്ടുള്ള ഉത്തരവും കാര്യങ്ങളും നൽകാൻ കഴിയുന്നത്. അത് എടുത്തു പറയേണ്ട കാര്യമല്ലേ. അതിവിടെ വളർത്തു ദോഷമായിട്ടാണ് പല ആളുകളും കണ്ടിട്ടുള്ളത്. അടുത്ത ഒരു കമന്റ് വായിക്കാം. ഞാൻ എന്ന ഭാവം ഇതുപോലെയുള്ളവരെ ഒരിക്കലും അവസരങ്ങൾ ദയവായി നൽകരുത്. അതായത് ഇവർക്ക് ഇവരുടെ കാര്യം എന്നുള്ളൊരു സംഭവമാണ് ഇവിടെ പറയപ്പെടുന്നത്. അവർക്ക് അവരുടെ ഒരു കാര്യം, ഞാൻ എന്ന ആ ഒരു ഭാഗം, മറ്റൊന്നുമില്ല, അത്തരത്തിലുള്ള കാര്യമാണ് പറയുന്നത്. അതുകൊണ്ട് അവർക്ക് അവസരങ്ങൾ നൽകരുത്, അവരെ താഴ്ത്തണം, നമ്മുടെ സമൂഹത്തിൽ നിന്നും താഴ്ത്തപ്പെടണം എന്നുള്ള കാര്യമാണ് പുള്ളിക്കാരൻ അഭിപ്രായപ്പെടുന്നത്.
എങ്ങനെ തോന്നുന്നടേ? നിങ്ങൾക്കൊക്കെ ഇങ്ങനെ നല്ല മെച്ചോർഡായിട്ട് സംസാരിക്കുന്നതാണ് അവരുടെ പ്രശ്നം. അതാണ് ആലോചിച്ചു പോകുന്നത്. ഏതായാലും നമുക്ക് അടുത്തൊരു കമന്റ് കൂടെ വായിക്കാം. മാളികപ്പുറം കണ്ടപ്പോൾ ഇഷ്ടമായി, കുറച്ച് ഓവറാണെന്ന് തോന്നിയിരുന്നു. ഈ കുഞ്ഞ് ഇത് ഒരുമാതിരി ഓവർ, ഒരു കുട്ടിത്തമില്ല, വെറുപ്പേര്. അപ്പൊ ഇവരുടെ പ്രശ്നം കുട്ടിത്തമില്ലാത്തതാണ്. അതായത് പൊട്ടത്തരങ്ങൾ വിളിച്ച് പറയുന്നില്ല, ചിരിച്ച് കളിക്കുന്നില്ല, കുട്ടിത്തം വേണം. കുട്ടിത്തമാണ് ഇവരുടെ പ്രശ്നം. അപ്പൊ മാളികപ്പുറം എന്ന് പറയുന്ന സിനിമയിലൂടെ ഇവർക്ക് ഈ ദേവാനന്ദയെ കുറിച്ച് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു, പക്ഷെ പിന്നീട് വെറുക്കപ്പെട്ടു എന്നുള്ള കാര്യമാണ് പറയുന്നത്. അതിന്റെ കാരണം അവർക്ക് കുട്ടിത്തമില്ല. അവർ കുട്ടിത്തമില്ലാതെ എന്താ പറയാ, പക്വതയാർന്നിട്ട് നല്ല മെച്ചോർഡായിട്ട് ബോൾഡായിട്ട് കാര്യങ്ങൾ പറയുന്നു, സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നു. അതാണ് പ്രശ്നം. ഒരിക്കലും സ്ട്രോങ് ആയിട്ട് നിൽക്കരുത്. നമ്മുടെ സമൂഹത്തിൽ ഒരു പെൺകുട്ടിയും, ചെറിയ പ്രായത്തിലുള്ള ഒരു പെൺകുട്ടിയും സ്ട്രോങ് ആയിട്ട് നിൽക്കരുത് എന്നാണ് ഇവരൊക്കെ അഭിപ്രായപ്പെടുന്നത്. എന്തോന്നടേ, എങ്ങനെ, ഞാനൊക്കെ എന്ത് പറയാനാ ഇതിന്. അടുത്തൊരു കമന്റ് കൂടെ വായിച്ചു നോക്കാം. കുട്ടികൾ ചെറുപ്രായത്തിൽ അവർ എൻജോയ് ചെയ്യേണ്ട സമയമാണ്. അതിങ്ങനെ ഓവർ മെച്യൂർ ആയി നിൽക്കരുത്. എൻജോയ് ചെയ്യേണ്ട പ്രായമാണ്. ശരിയാണ്, കുട്ടികൾ എൻജോയ് ചെയ്യേണ്ട പ്രായം തന്നെയാണ് ഈ ഒരു എന്താ പറയാ ചെറിയ പ്രായം എന്ന് പറയുന്നത്. അവർ എൻജോയ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? അതൊരു ചോദ്യമല്ലേ. അവരുടെ എൻജോയ്മെന്റ്, ഓരോ ആളുകളുടെയും എൻജോയ്മെന്റ് എന്ന് പറയുന്നത് പല രീതിയിലാണ്. ചില ആളുകൾക്ക് എന്താ പറയാ ഫുട്ബോൾ കളിക്കാനായിരിക്കാം, അല്ലെങ്കിൽ നീന്തൽ പഠിക്കാനായിരിക്കാം, എഴുതാനായിരിക്കാം, വായിക്കാനായിരിക്കാം. അങ്ങനെ പല കുട്ടികൾക്കും പല ടൈപ്പ് ഓഫ് ആയിട്ടുള്ള എൻജോയ്മെന്റും കാര്യങ്ങളാണ് ഇഷ്ടം. അപ്പൊ ഈ ദേവാനന്ദക്ക് എന്ത് എൻജോയ്മെന്റ് ആണ് ഇഷ്ടം എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയോ? ഒരുപക്ഷെ അവർക്ക് ഇതുപോലെ ഇങ്ങനെ കാര്യങ്ങൾ സംസാരിക്കുക, വളരെ മെച്യൂർഡായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുക, നമ്മുടെ സമൂഹത്തിൽ എന്തൊക്കെ നടക്കുന്നുണ്ട് ആ കാര്യങ്ങളെ കുറിച്ച് പഠിക്കുക, സിനിമയിലും മറ്റും അഭിനയിക്കുക, അത്തരത്തിലുള്ള ഒരു കാര്യത്തിലൊക്കെ എൻജോയ്മെന്റ് കണ്ടെത്തുന്ന വ്യക്തിയാണെങ്കിലോ. ഏതായാലും അടുത്തൊരു കമന്റ് കൂടെ വായിച്ചു നോക്കാം. കുട്ടികൾ കുട്ടികളുടെ രീതിയിൽ സംസാരിക്കണം, അല്ലാതെ ഞാൻ എന്ന ഭാവം ആകരുത്. അത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു. ഈ കുട്ടിയാകുമ്പോൾ കുട്ടിയുടെ രൂപത്തിൽ തന്നെ സംസാരിച്ചാൽ മതി എന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത്. അത് എന്തുകൊണ്ട് എന്നുള്ളത് അവർ വ്യക്തമാക്കുകയാണെങ്കിൽ വളരെ നന്നായിരുന്നു. ഏതായാലും അടുത്തൊന്ന്, പക്വത കൊച്ചു പ്രായത്തിൽ വരേണ്ടതല്ല, വളർത്തു ദോഷം മാത്രം. ഇതൊക്കെ വലുതായാൽ എന്താകും? നേരത്തെ വന്ന കമന്റ് തന്നെ മുഴുവനായിട്ടും ഈ രീതിയിലുള്ള കമന്റുകളാണ് വരുന്നത്. എന്താ പറയാ, കുട്ടികളുടെ വളർത്തു ദോഷം, ഈ ദേവാനന്ദയെ വളർത്തിയ ദോഷം കൊണ്ടാണ് ഇവര് ഇങ്ങനെ എന്താ പറയാ വലിയ വലിയ വർത്തമാനങ്ങൾ പറയുന്നത് അല്ലെ. അവർക്ക് അറിയുന്ന വിവരങ്ങൾ വെച്ചിട്ടാണ് സംസാരിക്കുന്നത് അല്ലെ. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഈ പ്രായത്തിൽ അങ്ങനെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഞാൻ നേരത്തെ തന്നെ ഒരു കാര്യം പറഞ്ഞല്ലോ, അച്ഛനെയാണോ അമ്മയെയാണോ ഇഷ്ടമെന്ന് ചോദിക്കുന്ന സമയത്ത് ആ ദേവാനന്ദ് ഒരു പോയിന്റ് പറഞ്ഞു. ഒരു കൊച്ചുകുട്ടിയോട് ഒരിക്കലും നിങ്ങൾ ഇങ്ങനെ ചോദിക്കരുത്, അതായത് അവിടെ ഒരു വേർതിരിവ് വരുത്തരുത് എന്നുള്ള കാര്യത്തെ കുറിച്ചാണ് പറയുന്നത് അല്ലെ. ഒരു കൊച്ചുകുട്ടിയെ ഒരിക്കലും അങ്ങനെ ചോദിക്കരുത്. ഇനിയിപ്പോൾ ആ കുട്ടി ഒരു ഉത്തരം പറയുകയാണെങ്കിൽ എനിക്ക് അച്ഛനെയാണ് അല്ലെങ്കിൽ അമ്മയാണ് ഇഷ്ടം എന്ന് പറയുമ്പോൾ മറ്റൊരു വ്യക്തിക്ക് അതവിടെ എന്താ പറയുക ചെറിയ രീതിയിലെങ്കിലും സങ്കടം ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അത് മാത്രമേ എനിക്ക് ഈ ഒരു പോയിന്റുമായിട്ട് പറയാനുള്ളൂ. അടുത്തൊരു കമന്റ് കൂടെ നോക്കാം. ഇതൊക്കെ വലുതാകുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? അതായത് ഇപ്പൊ തന്നെ ഇങ്ങനെ പക്വതയാർന്നിട്ടുള്ള വർത്തമാനമാണ് പറയുന്നത്. അപ്പൊ വലുതാകുമ്പോൾ ഇനി എന്തൊക്കെ പറയും എന്നുള്ള കാര്യമാണ് ഇവിടെ ഓരോരുത്തരും ചോദിക്കുന്നത്. ഏതായാലും നമുക്ക് നോക്കി കാണാമടേ, വലുതാകുമ്പോൾ ദേവാനന്ദ എന്തൊക്കെ രീതിയിലുള്ള വർത്തമാനങ്ങളാണ് പറയുന്നത് എന്നുള്ളതൊക്കെ. അഹങ്കാരമുണ്ടോ അഹങ്കാരമില്ലേ എന്നൊക്കെ നമുക്ക് അപ്പം നോക്കാം. അപ്പൊ ഏതായാലും ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കിടപ്പോശം. നമ്മുടെ സമൂഹത്തിന്റെ പോക്ക് എങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കിയല്ലേ. അതായത് ഒരു കൊച്ചുകുട്ടി വന്നിട്ട് ഇങ്ങനെ ബോൾഡായിട്ട് വളരെ സ്ട്രോങ് ആയിട്ട് കാര്യങ്ങൾ പറയുമ്പോൾ അത് അഹങ്കാരമാണ്, അല്ലെങ്കിൽ അവരുടെ വളർത്തുദോഷമാണ് എന്നുള്ള കാര്യങ്ങളാണ് പലരും അഭിപ്രായപ്പെടുന്നത്. ഒരുപക്ഷെ ഒന്ന് ബോൾഡായിട്ടല്ലാതെ അല്ലെങ്കിൽ കുറച്ച് പൊട്ടത്തരങ്ങൾക്ക് വിളിച്ചു പറഞ്ഞിട്ട് ചിരിച്ച് കളിച്ചൊക്കെയാണ് ഇന്റർവ്യൂ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ എല്ലാവരും ഇഷ്ടപ്പെടും. ഇത് വലിയ വർത്തമാനങ്ങൾ പറയുമ്പോൾ അവർക്ക് എന്നെക്കാളും വിദ്യാഭ്യാസം ഉണ്ടോ എന്നുള്ളൊരു തോന്നല് പലർക്കും വരുന്നുണ്ട്. അതിന്റെ ഒരു അസൂയയാണ് ഇങ്ങനെ കമന്റ് ആയിട്ട് എല്ലാവരും രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഏതായാലും ഞാനും ഇതിൽ കൂടുതൽ വലിച്ചേക്കുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.